കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെയും വിവിധ ജില്ലകളിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്ത് ഓറഞ്ച് അലർട്ട് തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കോട്ടയം ജില്ലയിലെ താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ, പത്തനംതിട്ടയിലെ തിരുവല്ല താലൂക്ക്, ആലപ്പുഴയിലെ കുട്ടനാട്, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി താലൂക്കുകൾ, വയനാട്ടിലെയും കോഴിക്കോട്ടിലെയും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ എന്നിവിടങ്ങളിലാണ് നാളെ അവധി പ്രഖ്യാപിച്ചത്. അങ്കണവാടികൾ മുതൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് വരെ അവധി ബാധകമാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന മറ്റ് സ്കൂളുകൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് ബന്ധപ്പെട്ട ജില്ലാ കളക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. മാവേലിക്കര, ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിലെ അവധി സംബന്ധിച്ച തീരുമാനം പ്രാദേശിക സാഹചര്യം പരിശോധിച്ച് DDE എടുക്കും. അതേസമയം മഴ ശക്തമായി തുടരുന്നതിനു പിന്നിൽ അന്തരീക്ഷത്തിലുണ്ടായ സങ്കീർണമായ വ്യതിയാനങ്ങളാണ്. തെക്കൻ കർണാടകത്തിന് മുകളിലും ആന്ധ്ര തീരത്തുമായി 2 ചക്രവാത ചുഴികൾ നിലനിൽക്കുന്നതാണ് സംസ്ഥാനത്ത് മഴ കനക്കാൻ പ്രധാന കാരണമായത്. ഇതിന്റെ സ്വാധീനത്തിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. തീരം പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് കേരള തീരത്തുനിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്നതിന് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. അതിനിടെ സംസ്ഥാനത്ത് മഴക്കെടുതികളിൽ ഇതുവരെ 25 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 4 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെയാണ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്തൊട്ടാകെ പ്രവർത്തിക്കുന്ന 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 18,434 പേരാണ് കഴിയുന്നത്. ക്യാമ്പുകളിൽ അവശ്യ സാധനങ്ങളും വൈദ്യസഹായവും ലഭ്യമാക്കാൻ സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രളയക്കെടുതി രൂക്ഷമായ പത്തനംതിട്ട ജില്ലയിലെ ദുരിതബാധിത മേഖലകൾ മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ നേരിട്ടെത്തി സന്ദർശിച്ചിരുന്നു. വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തിയ മുഖ്യമന്ത്രി സർക്കാർ പൂർണ്ണമായും ഒപ്പമുണ്ടാകുമെന്നും ദുരിതബാധിതർക്കായി സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ഉറപ്പു നൽകി. ക്യാമ്പുകളിൽ ഒരു കുറവുമുണ്ടാകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ നദികളിലും ഡാമുകളിലും അടിഞ്ഞുകൂടിയ മണലും എക്കലും നീക്കം ചെയ്യാൻ അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. 2018 പ്രളയത്തിന് ശേഷം ഇത്തരം കരുതൽ നടപടികൾ ഉണ്ടാകാതിരുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടിയത്. മണൽ നീക്കുന്ന കാര്യത്തിൽ പത്തനംതിട്ട ജില്ലയ്ക്ക് മുൻഗണന നൽകും. ഒപ്പം കർഷകർക്കുണ്ടായ വിളനാശത്തിനുള്ള നഷ്ടപരിഹാരം ഉയർത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തായാലും മറ്റ് ഏജൻസികളുടെ സഹകരണത്തോടെ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം സംസ്ഥാനത്ത് നടപ്പിലാക്കുമെന്നും അതിന്റെ പൈലറ്റ് പ്രൊജക്ട് പത്തനംതിട്ടയിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാട്ടിലുണ്ടായ ഉരുൾപൊട്ടലും അതിതീവ്ര മഴയുമാണ് പെട്ടെന്നുണ്ടായ പ്രളയത്തിന് കാരണമായത്. ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ പോലും സമയം കിട്ടിയില്ല. രക്ഷാപ്രവർത്തനങ്ങൾക്കായി 2 ഹെലികോപ്റ്ററുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.